ഈ 3 വർഷമായി പുതിയ നഗരസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ആലപ്പുഴ പട്ടണത്തിൽ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല. ഇപ്പോൾ ലോറി സ്റ്റാൻഡ് ആലപ്പുഴ മട്ടാഞ്ചേരി ഭാഗത്തു നിന്നും മാറ്റി നമ്മുടെ ആലുശ്ശേരി പ്രദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലോറി സ്റ്റാൻഡിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് 40 സെന്റ് സ്ഥലമാണ്. 40 സെന്റ് സ്ഥലം, അവിടെ ഒരു സെന്റിന് 10 ലക്ഷം രൂപയാണ്. അങ്ങനെ 40 സെന്റ് 4 കോടി രൂപയും 25 ലക്ഷം രൂപ അവിടെ ഷെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി നഗരസഭ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ 4.25 കോടി രൂപ നഗരസഭ മുടക്കിയിട്ട് അതിൽ നിന്നും 1 രൂപ പോലും നഗരസഭക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആലപ്പുഴ പട്ടണത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നഗരസഭക്ക് യാതൊരുവിധ, കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന നഗരസഭകളിൽ ഒന്നാണ് ആലപ്പുഴ നഗരസഭ. 26 നഗരസഭകളിൽ ഒന്നാണ് ആലപ്പുഴ നഗരസഭ. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളുമായി ബന്ധപ്പെടുമ്പോൾ യാതൊരുവിധ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഒരു വർഷത്തിൽ 4-5 ലക്ഷം രൂപ ഗ്രാന്റ് തന്നാൽ ഏതെങ്കിലും ഇടവഴി കൊണ്ട് 4 റോഡ് ചെയ്തുകൊണ്ട് ഒരു വികസന പ്രവർത്തനം ആകുന്നില്ല. പിന്നെ ഞങ്ങൾ മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് നിരവധി ഫണ്ടുകൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സക്കറിയാവുള്ള കൗൺസിലായിട്ട് 3 വർഷം തികയുകയാണ്. 3 വർഷം കൊണ്ട് 13ഓളം റോഡുകൾ നിർമ്മാണം നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 30 വർഷം പഴക്കമുണ്ടായിരുന്ന 25 വർഷം പഴക്കമുണ്ടായിരുന്ന റോഡുകൾ ഇതിനു മുമ്പും പല ജനപ്രതിനിധികളുണ്ടായിട്ടുണ്ട്. അവർക്ക് സാധിക്കാത്തത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. 13ഓളം റോഡുകൾ ഈ 3 വർഷം കൊണ്ട് ഞാൻ ഈ സക്രിയ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ കരിങ്കൽ ഭിത്തി നിർമ്മാണം, ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് കരിങ്കൽ ഭിത്തി നിർമ്മാണം 350 മീറ്ററോളം കരിങ്കൽ ഭിത്തി നിർമ്മാണം നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇബ്രാഹിം സാഹിബിൻ്റെ PW മിനിസ്റ്റർ തന്ന 1.4 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം 3 വർഷത്തിൻ്റെ ഇടയിലാണ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അവരിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രദേശത്ത് നിന്നും 653 വോട്ടിൻ്റെ ഭൂരിപക്ഷം തിരഞ്ഞെടുക്കപ്പെട്ടത്. ആലപ്പുഴ നഗരസഭയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്ന ഒരു വാർഡാണ് സക്രിയ വാർഡ്. 9ഓളം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. കല്ലുകാരുടെ കാഞ്ഞിരക്കുരു മുതൽ മുള്ളുമുണ്ട് മൂർക്കൻ പാമ്പ് വരെ ഉണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് 653 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ കഴിഞ്ഞത്. ഏതായാലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും അവരേൽപ്പിച്ച ഉത്തരവാദിത്വവും, ആ ഉത്തരവാദിത്വത്തിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ സത്യസന്ധമായി സുതാര്യമായി നീതിബോധത്തോടു കൂടി അത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പല പ്രദേശങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കാറുണ്ടായിരുന്നു. ആ നിക്ഷേപത്തെ അടിയന്തരമായ പിറ്റേ ദിവസം ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് കണ്ടിജന്റ് വർക്കർമാരെ കൊണ്ടുവന്ന് യഥാസമയങ്ങളിൽ കൃത്യമായി അത് വൃത്തിയാക്കുന്നതിൽ വളരെ ജാഗ്രത പുലർത്തിയിരുന്നു. മാത്രമല്ല, എൻ്റെ പ്രദേശത്ത് നിരവധി റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. അതിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയും അവരെ ഒരു പ്രദേശത്ത് അങ്ങനെ മാലിന്യം കൂടും എന്ന് കണ്ടാൽ അപ്പം തന്നെ എനിക്ക് ഇൻഫർമേഷൻ തരികയും ഞാൻ ഹെൽത്ത് ഓഫീസറുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ ചെയ്യുന്നതിന് അവിടെ ആവശ്യപ്പെടുകയും അവർ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് പരിഹരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ മുമ്പ് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഈ വെള്ളപ്പൊക്കം, ഈ പ്രാവശ്യം ഉണ്ടായ ഏറ്റവും കനത്ത മഴയാണ് ഈ വർഷം നമുക്ക് ലഭിച്ചത്. ആ മഴയിൽ ഒരു പക്ഷേ ആലപ്പുഴയുടെ സക്രിയ ബസാറിൻ്റെ പ്രദേശങ്ങൾ മുങ്ങിപ്പോകേണ്ടതായിരുന്നു. എന്നാൽ കടലിലേക്ക് ഉള്ള ഒരു അയ്യപ്പൻ പൊഴി, ആ പൊഴി നഗരസഭയുടെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് ഡ്രഡ്ജ് ചെയ്യുക എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം അങ്ങനെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാലിന്യം ഏതായാലും ഇപ്പോൾ അതായത് റെസിഡൻസുമായി ബന്ധപ്പെട്ട് വീടുകൾ ഇപ്പോൾ ബയോഗ്യാസ് നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ മാലിന്യങ്ങൾ മാറുന്നുണ്ട്. പിന്നെ അതാത് വീടുകളിൽ സംസ്കരിക്കപ്പെടുന്ന തരത്തിലേക്കാണ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില പ്രദേശങ്ങളിൽ ഈ അറവ് ശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ